പേരെടുത്ത് പറയുന്നത് ഇവിടെ എത്തിച്ചേരുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വളരെ മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ അസീസിന് അദ്ദേഹത്തിന് അന്തിയുറങ്ങാൻ ഒരു വീട് ലഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിച്ച നമ്മുടെ കേരള പ്രവാസി സംഘത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരെ, അതോടൊപ്പം തന്നെ വിവിധ വർഗബഹുജന സംഘടനാ പ്രതികളെ ആദ്യമായി അനുമോദിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്തിയുറങ്ങാൻ ഒരു വീടാണ്. അതൊരു ജന്മസാഫല്യമാണ്. അദ്ദേഹത്തെ പ്രത്യേകം ആ വിഷയം ഇവിടെ നന്നായി ഏറ്റെടുത്തുകൊണ്ട് നടത്തി ഇവിടെ മേലാറ്റൂർ വില്ലേജ് കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനത്തെ പ്രത്യേകം പ്രശംസിക്കുന്നു. അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ നല്ല മനസ്സുകളെയും ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി, ഇദ്ദേഹത്തിൻ്റെ ഈ വീട്, താമസിക്കുന്ന വീട് ഒരു സ്വർഗമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് അത്താണിയായിക്കൊണ്ട് അവരുടെ ഭവനങ്ങൾ മാറുക. ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിൽ ഉയർന്നു വന്നപ്പോൾ അന്ന് ഞാൻ പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സേതും അമീദൊക്കെ ഇത്തരം ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് പെരിന്തൽമണ്ണയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട പരിപാടിയല്ല, ഇത് നമ്മുടെ ജില്ലയിൽ ആകമാനം തന്നെ നമുക്ക് മാതൃകാപരമായിട്ട് കൊണ്ടുപോകണം. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 5ഓളം വീടുകൾ മറ്റ് ഏരിയകളിലായിക്കൊണ്ട് പൂർത്തീകരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. വളാഞ്ചേരി ഏരിയ കമ്മിറ്റിക്കകത്ത് 2 വീടുകൾ, ഒരെണ്ണം പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിച്ചു, മറ്റൊരെണ്ണത്തിൻ്റെ ഫിനിഷിംഗ് വർക്കിലാണ് പോകുന്നത്. തിരൂരങ്ങാടിയിൽ അസീർ പ്രവാസി സംഘത്തിൻ്റെ സഹായത്തോടു കൂടി 2 വീടുകൾ പൂർത്തിയാക്കി 2 കുടുംബങ്ങൾ അവിടെ താമസിക്കുക. പഴയ തിരൂർ ഏരിയ കമ്മിറ്റിക്കകത്ത്, അതായത് ഇപ്പോഴത്തെ തവനൂർ ഏരിയ കമ്മിറ്റിക്കകത്ത് ഒരു വീടിൻ്റെ പണി അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് നീങ്ങുകയാണ്. ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കകത്ത് ഒരു വീട് പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു. തീർച്ചയായും ഓരോരോ ഭവനങ്ങളും ഓരോ പ്രദേശത്ത് ഉയർന്നു വരുമ്പോഴും അതിലേറ്റവും സംതൃപ്തി അടയേണ്ട ആളുകൾ പെരിന്തൽമണ്ണ ഏരിയയിലും ഇവിടെ നിന്നുള്ള പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം നിങ്ങൾ നാന്ദി കുറിച്ചുള്ള പ്രവർത്തനമാണ് കേരള സംസ്ഥാനത്ത് ആകമാനം തന്നെ വ്യാപിപ്പിച്ചത്. പ്രവാസത്തിൻ്റെ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആധുനിക കാലത്തെ പ്രവാസി